എന്താ പറഞ്ഞാൽ കറിയത്ത് എന്ന് പറയുന്നത് നമ്മുടെ അഖിലില് അജ്ഞത വേരുറച്ചൊക്കെയാണ്, അവിടെ മാറ്റത്തിന് തയ്യാറല്ല. അതാണല്ലോ ഈ കറിയത്തിലേക്കാണല്ലോ നബിമാരൊക്കെ വരുന്നത്, റസൂലുമാരൊക്കെ വരുന്നത് കറിയത്തിലേക്കാണ് അല്ലെ. മദീനത്തിലേക്ക് റസൂലുമാര് വരുന്നത് കാരണം അത് സംസ്കരിക്കപ്പെട്ട മനസ്സാണ്. നശിപ്പിക്കുന്നതും കറിയത്തിനെയാണ്. അത് ഞാൻ ഒരിക്കൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരിക്കലല്ല 2-3 വട്ടം പറഞ്ഞു തന്നിട്ടുണ്ട്. ഒക്കം മഹിലക്കിനാമിൻ കറിയത്തിൻ എന്നാണ്. എത്ര ഗ്രാമങ്ങളെ ഞാൻ നശിപ്പിച്ചു കളഞ്ഞു. ഗ്രാമങ്ങളെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തിരൂരങ്ങാടിയിലേക്ക്, ഈ തിരൂര് ടൗണിലേക്ക് ഇറങ്ങിയിട്ട് അള്ളാഹു അവിടെ ഭൂകമ്പം ഉണ്ടാക്കി നശിപ്പിക്കാതൊന്നുമല്ല. കറിയത്ത് എന്ന് പറഞ്ഞാൽ അജ്ഞതയുടെ മനസ്സ്, അജ്ഞതയുടെ ബുദ്ധി. ആ ബുദ്ധിയെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവന് വിജ്ഞാനം കൊടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അവന്റെ പോസിറ്റീവാണ് അള്ളാഹു അവിടെ ചെയ്യുന്നത്, നെഗറ്റീവ് അല്ല. ഒക്കെ മഹിലക്കിനാമിൻ കറിയത്ത്. അതും ഈ പറഞ്ഞ നേരത്തെ 10-20 ചോദ്യങ്ങളിലെ ഒരു ചോദ്യമാണ്, എന്തായി അള്ളാഹു വെറുതെ നാട്ടുകാരെ നശിപ്പിക്കണത്, എന്ത് ക്രൂരനായ അള്ളാഹു. അത് പോസിറ്റീവാണ്, നെഗറ്റീവ് അല്ല. കാരണം കറിയത്തിനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവന്റെ അജ്ഞതയുടെ ബുദ്ധിയെ മാറ്റുക എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് ഒക്കെ മഹിലക്കിനാമിൻ കറിയത്തിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്രാമത്തിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുക, നിങ്ങളുടെ അജ്ഞതയുടെ വേരുറച്ച ആ ബുദ്ധി ഉണ്ടല്ലോ അവിടേക്ക് കടന്നു ചെല്ലുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പൊ കുലൂമിൻഹാ ഹൈസു ശീത്തും റഗദൻ, സുഭിക്ഷമായി നിങ്ങൾ അറിവിനെ ഉൾക്കൊള്ളാൻ തുടങ്ങും. യഥേഷ്ടം അറിവുകളെ ഉൾക്കൊണ്ടുകൊണ്ടേയിരിക്കുക. ആ മനസ്സിലേക്ക് ചിന്തകള്, ആ ബുദ്ധിയിലേക്ക് ചിന്തകള്, പുതിയ ചിന്തകൾ ഉണ്ടാക്കുക. അപ്പൊ അറിവുകൾ ഓരോന്നോരോന്ന് ആ ചിന്തയിൽ വന്നുകൊണ്ടേയിരിക്കും. അതാണ് അതിനെ ഉൾക്കൊണ്ടുകൊണ്ടേയിരിക്കും. അതാണ് ഫകുലു മിൻഹാ ഹൈസു ശീത്തും റഗദൻ വദഖുലുൽ ബാബ സുജ്ജദൻ. ഈ അജ്ഞതയുടെയും ജ്ഞാനത്തിന്റെയും തടസ്സമായി നിൽക്കുന്ന വാതിലിലേക്ക് അറിവിനെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ പ്രവേശിക്കുക. അതാണ് ബാബ്. ഇതിന്റെ രണ്ടിന്റെയും ഒരു വാതിൽ, ഇത് ജ്ഞാനത്തിന്റെ, ഇത് അജ്ഞതയുടെ. ഇതിന്റെ എൻട്രൻസ് ഉണ്ട്. ആ എൻട്രൻസിലേക്ക് നിങ്ങൾ കടന്നു വരേണ്ടത് സുജ്ജദൻ, അറിവുകളെ ഉൾക്കൊണ്ടുകൊണ്ടാണ്. അതാണ് സുജൂദ്. തലക്കൽ മാലൂമാത്ത്, അറിവുകളെ സ്വീകരിക്കുക. അറിവുകളെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ആ ജ്ഞാനത്തിന്റെ വാതിലിലൂടെ പ്രവേശിക്കുക. അല്ലാതെ നിലത്ത് പല വ്യാഖ്യാനങ്ങളാണ് അവിടെ, അതൊന്നും ഇപ്പൊ ഞാൻ പറയണില്ല. അടുത്തൊരു പള്ളിയുണ്ട്, അവിടെ പോയി നിസ്കരിച്ചിട്ട് ഇവിടേക്ക് വരികയെന്നുണ്ട്. ചിലവര് പറയുന്ന തല അവിടെ ഒന്ന് കുത്തിയിട്ട് അങ്ങോട്ട് പോകുക എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒന്നും കൂടിയും പുരോഗമിച്ച ആളുകൾ വിനയാന്വിതരായിക്കൊണ്ട് അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞവരുണ്ട്. അത് ഒന്നും കൂടി ബുദ്ധി കുറച്ചും കൂടി ഉയർന്ന വ്യാഖ്യാനാണത്. 3 വ്യാഖ്യാനമുണ്ട് അവിടെ. ചില മുഫസ്സിറുകൾ എഴുതിയിരിക്കുന്നത് അടുത്തന്നെ ഒരു പള്ളിയുണ്ട്, അവിടെ പോയി 2 റക്അത്ത് നിസ്കരിച്ച് സുജൂദൊക്കെ ചെയ്തിട്ട് ഈ ഗ്രാമത്തിലേക്ക് പോവുകയാണ്. മറ്റൊന്നർത്ഥം ആ ഗേറ്റ്, അവിടേക്ക് ആ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ നിന്ന് തല കുത്തിയിട്ട് അങ്ങോട്ട് പോവുകയാണ്, 2ാമത്തെ വ്യാഖ്യാനം. 3ാമത്തെ വ്യാഖ്യാനം, ആ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ വിനയാന്വിതരായിട്ടായിരിക്കണം നിങ്ങൾ പ്രവേശിക്കേണ്ടത്. അവിടുത്തെ നിയമങ്ങൾ പാലിക്കാൻ തയ്യാറായിക്കൊണ്ടാണ് നിങ്ങൾ പ്രവേശിക്കേണ്ടത്. അതൊന്നും കൂടി ഉയർന്ന തലത്തിലുള്ള ഒരു വ്യാഖ്യാനം. ഈ 3 വ്യാഖ്യാനത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മളതല്ല, ഈ ബാബ് എന്ന് പറയുന്ന അറിവിന്റെ വാതിലാണ്. അജ്ഞതയുടെയും ജ്ഞാനത്തിന്റെയും ഇടയിലുള്ള ഈ വാതിൽ. ആ വാതിലിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ സുജ്ജതൻ, ആ അറിവുകളെ ഉൾക്കൊള്ളാൻ തയ്യാറായിക്കൊണ്ടായിരിക്കണം നിങ്ങൾ അവിടേക്ക് കടന്നു വരേണ്ടത്. വഖൂലു, പറയുക എന്നല്ല, നിങ്ങളുടെ സ്വഭാവത്തിലും നിങ്ങളുടെ ഇടപാടുകളിലും നിങ്ങൾ കൊണ്ടുവരണം. എന്റെ ഹിത്തത്തുൻ, നിങ്ങളുടെ അജ്ഞതകളെ ഇറക്കി വെക്കണം. അതാണ് ഹിത്തത്ത്, ഇറക്കി വെക്കുക. മഹത്തത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, റെയിൽവേ സ്റ്റേഷൻ അത് പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ. ആ അജ്ഞതയുടെ ഭാരങ്ങളൊക്കെ അവിടെ ഇറക്കി വെക്കുക. അതാണ് ഹിത്തത്ത്. അല്ലാതെ പാപമോചനം പാപമോചനം പാപമോചനം. അപ്പൊ ചിലവര് ഹിന്തത്തുൻ ഹിന്തത്തുൻ ഹിന്തത്തുൻ, ഗോതമ്പ് മണി ഗോതമ്പ് മണി ഗോതമ്പ് മണി എന്ന് പറഞ്ഞു പോയിന്നാണ്. അപ്പോ അതാണ് ബദ്ദലല്ലതീന ലലമോ കൗലൻ വയറല്ലതീ കീലലവും, അവരോട് പറയപ്പെട്ടതല്ലാത്ത വേറൊന്ന് അവർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിനതാണ് ഹിന്തത്തെന്ന് പറയാൻ പറഞ്ഞു പോലെ ഹിന്തത്തുൻ ഹിന്തത്തുൻ എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹു അവർക്ക് ശിക്ഷ ഇറക്കി കൊടുത്തു. ഹിത്തത്തുൻ ഹിത്തത്തുൻ എന്ന് പറഞ്ഞിട്ട് പോകാൻ പറഞ്ഞു പോലെ ഹിന്തത്തുൻ 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 എന്ന് പറഞ്ഞു പോയി. ഗോതമ്പ് മണി ഗോതമ്പ് മണി ഗോതമ്പ് മണി ഗോതമ്പ് മണി എന്ന് പറഞ്ഞു പോയി. പാപമോചനം 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 എന്ന് പറഞ്ഞുകൊണ്ട് പോവുക എന്ന് പറഞ്ഞു. അതിന് പകരം പോലെ അങ്ങനെയാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനം. ഹിത്തത്ത് എന്ന് പറഞ്ഞാൽ ഇറക്കി വെക്കുക. നമ്മുടെ ജഹിലുകളെ, അജ്ഞതയെ മുഴുവൻ നിങ്ങൾ അവിടെ ഇറക്കി വെക്കുക. അതാണ് ഹിത്തത്ത്.